അഡ്വക്കേറ്റ് രാംകുമാർ, നിലപാട് അറിയിക്കാൻ സർക്കാരിന് സമയമുണ്ട്. സർക്കാർ എല്ലാ വശങ്ങളും പരിശോധിച്ച് തീരുമാനമെടുക്കും. യെസ് ഓർ നോ പറയേണ്ട സാഹചര്യമില്ലെന്നാണ് നിയമമന്ത്രി പി രാജീവ് ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എനിക്കറിയേണ്ടത്, ഈ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 8 വർഷം മുമ്പ് യുവതീ പ്രവേശനത്തിന് രാജ്യത്തെ പരമോന്നത നീതിപീഠം അനുമതി നൽകിയത്. അതായത് CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ആഗ്രഹിച്ചതെന്തോ അത് സുപ്രീം കോടതി വിധിയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു. യുവതീ പ്രവേശത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ആ നിലപാടിൽ നിന്നും സർക്കാരിന് ഇനി പിന്നോക്കം പോകാനാവുമോ? അത് കോടതിയെ കബളിപ്പിക്കലാവില്ലേ? ഇവിടെ ഇടതുപക്ഷ സർക്കാർ സമീപിച്ചു വരുന്ന ക്ഷേത്ര വിരുദ്ധ നിലപാടുകളുടെ വ്യക്തതയാണ് കഴിഞ്ഞ തവണ അവർ കാണിച്ചത്. യുവതീ പ്രവേശനം വേണം എന്ന് നിർബന്ധിക്കുകയും അതിന് വിരുദ്ധമായി നിൽക്കുന്നത് ശരിയല്ല എന്ന നിലപാടെടുത്ത് ചില യുവതികളെ പോലീസ് അകമ്പടിയോടുകൂടി ആചാരവിരുദ്ധമായി ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച് ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിൽ മുറിവേൽപ്പിക്കാൻ ശ്രമം നടത്തിയ സർക്കാരാണിത്. എന്ന് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധക്കാരെ നേരിട്ട കാര്യം നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്. പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറുകളും ഇരുചക്ര വാഹനങ്ങളും പോകുന്ന പോലീസുകാർ ലാത്തി കൊണ്ടടിക്കാം. ആ വാഹനങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ പോലീസുകാരുടെ മനസ്സിൽ പോലും ഈ വിദ്വേഷം കുത്തിച്ചെലുത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ബഹിസ്ഫുരണമല്ലേ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് ദൃശ്യമാധ്യമങ്ങളുടെ കൂടെ കണ്ടത്? അല്ലെങ്കിൽ പാവപ്പെട്ട ആദിവാസികൾ അവിടെ ഭജന നടത്തിയപ്പോൾ അവർക്ക് നേരെ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയും ചുരുക്കത്തിൽ വിശ്വാസികൾക്ക് എതിരായൊരു നിലപാട് സർക്കാർ കഴിഞ്ഞ തവണ എടുത്തു. അതിന് കാരണമുണ്ട്. അതേസമയം വാവരുടെ സാന്നിധ്യവും വാവരെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടും സംസാരിക്കാൻ ഇടതുപക്ഷ സർക്കാരും മറന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവ് പരിമിതമാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രത്യേക അർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. അവരാണ് മതസ്ഥാപനങ്ങളെ കൊണ്ട് ഏറ്റവും അധികം ധനം സമ്പാദിക്കാനുള്ള എല്ലാ വഴികളും ഇന്ന് തുറന്നു കിട്ടുന്നത്, നിർബാധം ഉപയോഗിക്കുന്നത്. ഇപ്പം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ഞാൻ പറയാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, സുപ്രീം കോടതി ജഡ്ജിമാർ വരെ അറിയാം. നിർബാധം ക്ഷേത്രങ്ങളുടെ മുതൽ കൊള്ളയടിക്കുന്ന ഒരേർപ്പാട് എല്ലാ ദേവസ്വങ്ങളിലും കടന്നുകൂടി വിശ്വാസമില്ലാത്തവർ വിശ്വാസമുണ്ട് എന്ന് അഫിഡവിറ്റ് എഴുതി കൊടുത്തുകൊണ്ട് ആ ധനത്തിനെ മാത്രം മോഹിച്ചുകൊണ്ട് നടക്കുന്ന വളരെ ജീർണിച്ച തരം താണ രാഷ്ട്രീയ പ്രവർത്തനമാണ് നിർഭാഗ്യവശാൽ പുരോഗമനവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇടതുപക്ഷ സർക്കാർ. അപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് മറ്റൊരു സമീപനമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നിയമം വളരെ വ്യക്തമാണ്. 1954 ST സ്വാമിയാർ കേസാണ് ആദ്യത്തെ കേസ്. മദ്രാസ് ഹിന്ദു റിലീജിയസ് എൻഡോവ്മെൻറ്റ് ആക്ട് വന്ന ശേഷം അതിൻ്റെ നിയമസാധുത ചോദ്യം. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്ക് ഭരണകൂടങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സെക്യുലർ ആക്ടിവിറ്റീസ് മാത്രമേ പാടുള്ളൂ. സെക്യുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭരണം, ആചാരങ്ങൾ മുഴുവൻ മതങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അതായത് ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഉദാഹരണത്തിന് പുരി ക്ഷേത്രത്തിൽ പോയാൽ ബെൽറ്റ് വരെ തോൽ കൊണ്ടുണ്ടാക്കി ഒരു സാധനവും അകത്ത് കിടക്കാൻ പാടില്ല. അത് അവിടുത്തെ ആചാരമാണ്. അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ പോയാൽ തല മൂടാതെ ആരെയും അകത്തേക്ക് കയറ്റില്ല. ഇങ്ങനെ ഓരോ ദേവാലയങ്ങൾക്കും ആചാരങ്ങളുണ്ട്.
ശബരിമലയിൽ ആചാരം മാത്രം പിന്തിരിപ്പനാണെന്നും പുരോഗമനക്കാർക്ക് പറ്റിയതല്ലാന്നും അതുകൊണ്ട് യുവതികളെ നിർബന്ധമായും പോലീസ് അകമ്പടിയോടുകൂടി ശബരിമലയിൽ കയറ്റണം എന്ന് വാശി പിടിച്ചതിൻ്റെ പിന്നിലുള്ള ചേതാവികാരം എന്താ? വ്യക്തമാണ്. വിശ്വാസികളുടെ വോട്ട് വേണം, പക്ഷെ വിശ്വാസ സംരക്ഷണം പറ്റില്ല. ഇപ്പോൾ അതിന് ശക്തമായ തിരിച്ചടി കിട്ടി എന്ന് ഞാൻ വ്യക്തമായി പറയുന്നില്ല. കാരണം വിശ്വാസം സംരക്ഷിക്കാമെന്ന് വാക്കുകൊടുത്ത പല ആളുകളും അവരുടെ കർത്തവ്യങ്ങൾ വ്യക്തമായി നിർവഹിക്കാത്ത നിർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ് ശബരിമല കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലും പാവപ്പെട്ട ആ സമരക്കാരെ അവഗണിച്ചതിലും കാണിച്ചത്. അത് പോട്ടെ, അവരാരും എന്തെങ്കിലും പ്രത്യുപകാരമോ അല്ലെങ്കിൽ സഹായമോ പ്രതീക്ഷിച്ചുകൊണ്ട് സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്ത് അവരുടെ വിശ്വാസത്തിൽ നിന്ന് ആവേശം കൊണ്ട് ജനങ്ങളെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭജനകളിലും മറ്റ് സമരപരിപാടികളിലും അവർ പങ്കെടുത്ത് അത് അടിച്ചമർത്താനാണ് ഇടതുപക്ഷ സർക്കാർ ശ്രമം. അതായത് വിശ്വാസികളോടുള്ള പരമപുച്ഛം, എതിർപ്പ് തുടങ്ങിയ കപട മനോഭാവം കാണിച്ചുകൊണ്ടാണ്. അതേസമയം വാവര് സമയപ്രകൃതിക്കും. അപ്പോൾ ലക്ഷ്യം വളരെ വ്യക്തമല്ലേ? വിശ്വാസികളുടെ വോട്ട് വേണം, പക്ഷെ വിശ്വാസം സംരക്ഷിക്കാൻ ഞങ്ങൾ ചെയ്യാം. ഇതാണ് നഗ്നമായ രാഷ്ട്രീയ കാപട്യം. ഈ രാഷ്ട്രീയ കാപട്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വേണം ഇന്നത്തെ കേരളത്തിലെ ജനങ്ങളുടെ മനോവികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സർക്കാരാണെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധികളുടെ അടിസ്ഥാനത്തിൽ ആചാര്യന്മാർക്കും ഭരണക്കാർക്കും എന്ന രീതിയിലുള്ളൊരു സമീപനം എടുക്കലാണ് ബുദ്ധി. അങ്ങനെ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.